OTT റിലീസിനു ശേഷവും തിയേറ്റർ കളക്ഷൻ 45 ലക്ഷം. ഇൻഡസ്ട്രി ഹിറ്റാവേണ്ട പടമായിരുന്നു. ഇത്ര തിടുക്കം വേണ്ടിയിരുന്നില്ലെന്ന് പ്രേക്ഷകർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു പുതിയ ചാനലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആവേശം OTTയിൽ റിലീസിനെത്തിയിട്ടും തിയേറ്ററുകളിൽ മികച്ച പ്രകടനം തുടരുകയാണ്. ഫഹദ് ഫാസിൽ ചിത്രം ആവേശം തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന സമയത്ത് തന്നെ OTT റിലീസ് ചെയ്ത് സിനിമാ പ്രേമികളെ ഒന്നടങ്കം അമ്പരപ്പിച്ചിരിക്കുകയാണ്. ആഗോള തലത്തിൽ 150 കോടിയിലധികം നേടി വിജയകരമായ ആവേശം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി OTT റിലീസ് പ്രഖ്യാപിച്ചത്. ഏപ്രിൽ 11-ന് തിയേറ്ററിലെത്തിയ ചിത്രം മെയ് 9-ന് ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് തുടങ്ങി. 100ഓളം തിയേറ്ററുകളിൽ ആവേശം ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. ഇതിനിടയിലാണ് വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ ചിത്രം ആമസോൺ പ്രൈമിൽ എത്തിയത്. പടം OTTയിൽ റിലീസായ വ്യാഴാഴ്ചയും ആവേശത്തിന് തിയേറ്ററുകളിൽ ലഭിച്ച സ്വീകരണമാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം വ്യാഴാഴ്ച ചിത്രം കളക്ട് ചെയ്തത് 45 ലക്ഷം രൂപയാണ്. ഇത്ര ധൃതി പിടിച്ച് OTT സ്ട്രീമിങ്ങിനു നൽകാതിരുന്നെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആവുമായിരുന്നു ആവേശം എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നതെന്ന്. വലിയ തുകയ്ക്കാണ് ആമസോൺ ആവേശത്തിന്റെ OTT സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. ദുൽഖർ ചിത്രം കിങ് ഓഫ് കൊത്തയുടെ റെക്കോർഡിനെയും ആവേശം മറികടന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. 32 കോടിക്കാണ് കിങ് ഓഫ് കൊത്ത ആമസോണിന് വിറ്റത്. അതേസമയം 35 കോടി രൂപയ്ക്കാണ് ആവേശത്തിന്റെ OTT അവകാശം വിറ്റുപോയതെന്നാണ് ഫ്രണ്ട് ഡോ ട്വിറ്റർ ഫോറം റിപ്പോർട്ട് ചെയ്യുന്നത്. ഫഹദിന് മലയാളത്തിൽ പുറത്തുള്ള മറ്റു ഇൻഡസ്ട്രികളിലും നല്ല സ്വീകാര്യതയുണ്ട്. അഥവാ ഇത്ര നേരത്തെ ചിത്രം OTTയിൽ റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തിനു പുറകിൽ എന്തായാലും OTT റിലീസ് ആവേശത്തിന്റെ തിയേറ്റർ കുതിപ്പിനു കടിഞ്ഞാൺ ഇടുന്ന തീരുമാനമായി പോയെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി എല്ലാവരും ഒന്ന് ലൈക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.